ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട മുത്തുമണികൾക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഇന്നലത്തെ കുറച്ച് വൈകിട്ടുള്ള വിശേഷങ്ങളും ഇന്നത്തെ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് കാക്കുല്ല കേട്ടോ. കാക്കു ഡ്യൂട്ടിയിലാണ്. ഇന്ന് പുലർച്ച 4 മണിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ കാക്കില്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര മടി പിടിച്ച ദിവസങ്ങളാവും എനിക്ക് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാനും പിന്നെ ഒരു പണിയൊന്നും എടുക്കാനും ഒന്നും ഒരു എന്താ വെച്ചാൽ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നലെ കാക്കുണ്ടായിന്. അപ്പോൾ കാക്കുണ്ടായപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി അല്ലെങ്കിൽ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതേപോലെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു ബ്രോസ്റ്റൊക്കെ കൊടുന്നു കേട്ടോ. അങ്ങനെ വൈകിട്ട് ഒരു 6 മണിയായപ്പം കാക്കു സുട്ടുവിൻ്റെ വണ്ടിമ്മ കയറ്റി കൊണ്ടുപോയിക്കാണ്ട് ബ്രോസ്റ്റൊക്കെ കൊടുന്നു. ഞങ്ങൾ ബ്രോസ്റ്റ് കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് നമ്മളെ വീട്ടിലിടക്ക് വേണം കേട്ടോ. കാരണം സുട്ടുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇത് ബ്രോസ്റ്റ്. പിന്നെ ഇന്നലെ രാവിലെ ഉച്ചക്കുള്ള ഭക്ഷണം ചോറൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ, വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും അല്ലെങ്കിൽ വാങ്ങിക്കും എന്നൊക്കെ തോന്നിയിരുന്നു. കാരണം അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ചോറും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതിനും അപ്പോഴേ എനിക്ക് മനസ്സ് തോന്നിയിരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെയാണ് ഈ ഇന്നത്തെ ബ്രോസ്റ്റ് കൊണ്ടല്ലൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ബ്രോസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ അന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഇതാ രാവിലെ നമ്മുടെ സുട്ടു മദ്രസ പോവാണ്. ഞാനും അവനെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ സുട്ടുവിനെ മദ്രസയിലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഭയങ്കര ചൂട് കേട്ടോ. എന്താ അറിയില്ല, മഴയൊന്നും ഇല്ലായിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ്. ഞങ്ങളുടെ നാട്ടിലൊന്നും മഴയൊന്നും പെയ്യണില്ല. അപ്പം എന്താ അറിയില്ല, ഇങ്ങനെ മൂടി വരും, അതേപോലെ പോവുകയും ചെയ്യും. അപ്പം ഞാനിതാ ഓനെ കൊണ്ടാക്കി വന്നങ്ങാണ്ട് കൂളർക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. കൂളർ ഇട്ടുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ത് പണിയെടുത്താലും കുറച്ച് സമയം നമുക്ക് ഇവിടെ ഫാനിൻ്റെ ചോട്ടിൽ കൂളർ ഇട്ട് ഇരിക്കണം, എന്നാലേ അടുത്ത പണി എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള പണികൾ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കാക്കുവിന് പോകാൻ വേണ്ടിയിട്ട് അന്ന് 3 മണിക്ക് നീച്ചിരുന്നു. കാക്കുവിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ച്. അപ്പോൾ അതിൽ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിലും കുറച്ച് ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് അതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടോ. കാരണം കാക്കുമില്ലല്ലോ ഉച്ചക്കൊന്നും. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും കാക്കുമില്ലാത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ആ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ച് പിന്നെ കറി ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്ക്. ചേമ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുമ്പളങ്ങി കൂടിയിട്ടുള്ളൊരു മിക്സ്ഡ് കറിയാണ് കേട്ടോ. കുറച്ച് പുളിയൊക്കെ ഒഴിച്ചങ്ങാണ്ട് അങ്ങനെയുള്ളൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ മുട്ട പൊരിക്കണം. കാക്കു മീനൊക്കെ വാങ്ങാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ മീനൊന്നും വാങ്ങില്ല, മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് മാത്രമായിട്ട് ഞാൻ മടിച്ച് മുട്ടയൊക്കെയാണെന്ന് വിചാരിച്ചത്, മീൻ വാങ്ങാതെ. അപ്പം എന്നാൽ അതൊക്കെ നമ്മൾ ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ കറിക്കിലൊക്കെ നിർത്തി കുക്കറിലിട്ടുകൊണ്ട് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് 2 അടുക്കളയും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കുളിക്കാൻ പോയത്.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ കുമ്പളങ്ങിയും ചേമ്പൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറി കഴിഞ്ഞിട്ടത്. പിന്നെ ഇന്ന് മുട്ട ഫ്രൈ ആണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെയാണ് ഞമ്മക്ക് ഇന്ന് ഉണ്ടാക്കിയത്.